ഹലോ ഗായ്സ്, അപ്പം എനിക്ക് 2-3 കാർഡ്ബോർഡ് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വാപ്പി ഒരു കെട്ട് കാർഡ്ബോർഡുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും കൊണ്ടുവന്ന സ്ഥിതിക്ക് ചെയ്യാതിരിക്കുന്ന മോശമല്ലേ. അപ്പം ഞാൻ കാർഡ്ബോർഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഭയങ്കര ലെങ്തായിട്ടുള്ളൊരു കാർഡ്ബോർഡാണ്. അതുകൊണ്ട് നമുക്കതിനെ കുറച്ചൊന്ന് ചെറുതാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഗൈസ്, ഇത് ഒരു 2 പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഇതിനകത്തുനിന്ന് ഒരു പാർട്ടിനകത്തെന്ന് പറയുമ്പം ഫുള്ള് കട്ടിങ്ങും ഒട്ടിപ്പൂക്കുകയായിരിക്കും. രണ്ടാമത്തേനകത്ത് അതിന് ശേഷമുള്ള ഭാഗമായിരിക്കും. അപ്പം ഇതിനകത്തെന്ന് പറയുമ്പോൾ കുറേ കട്ടിങ് പരിപാടികളുണ്ട്. അതായത് കറക്റ്റ് അളവിനായിരിക്കണം ഇതെല്ലാം എടുക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ആദ്യമായിട്ട് കട്ട് ചെയ്യുന്നത് 25x25 സെൻറ്റിമീറ്ററുള്ള ഒരു സ്ക്വയറാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇത് നമ്മുടെ ബേസാണ്. ഇതിനകത്താണ് നമ്മളുടെ വീടും ഇല്ലെങ്കിൽ കൊട്ടാരം ഇരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആ ട്രാൻസിഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നോ? അങ്ങനെ എന്തായാലും ഞാൻ അത് കട്ട് ചെയ്ത് മാറ്റി. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ 17x10 സെൻറ്റിമീറ്റർ. നമ്മളുടെ വീടിൻ്റെ പൊക്കം എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം എല്ലാത്തിനും 10 എന്ന് പറയുന്നത് വീടിൻ്റെ പൊക്കമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബാക്കി ആ നീളം അത് കണക്ക് ഈ 17x10 സെൻറ്റിമീറ്റർ എന്നുള്ളത് ഞാൻ 2 എണ്ണമായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതിനെ നമുക്ക് നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇനി ഞാൻ അടുത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ 9x10 സെൻറ്റിമീറ്റർ ഉള്ളതാണ്. അപ്പം പലതും പല അളവിലായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഈ 9x10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഒരെണ്ണം മതി. അബദ്ധം വെച്ചാൽ ഞാൻ 2 എണ്ണം ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യമില്ല, നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇത് ഒരെണ്ണമായിട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അത് 2 എണ്ണം സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് 7x10 സെൻറ്റിമീറ്റർ. 7x10 സെൻറ്റിമീറ്റർ നമുക്ക് 2 എണ്ണം വേണം. അതും ഇത് പോണക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്ത് അതിനെ മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് 10x10 ആണ്. ഇത് ഒരെണ്ണം മതി. നമുക്ക് ഒരു സൈഡിലേക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ 10x10 എന്നുള്ള ഒരു വേറെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന അളവെന്ന് പറയുന്നത് 8x10 സെൻറ്റിമീറ്റർ ആണ്. ഇതും 2 എണ്ണമാണ് വേണ്ടത് നമുക്ക്. അതിനെയും നമുക്കിത് പോണക്ക് കട്ട് ചെയ്ത് മാറ്റാവേ. ഇവിടെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ ചെയ്യുന്നതിൽ 7x13 എന്നുള്ളത് നമ്മൾ 13 സെൻറ്റിമീറ്റർ നീളം വെക്കുന്നതല്ല, നമ്മളൊരു കോൺ പോലെ ആക്കിയെടുക്കുന്നുണ്ട്. അതായത് നമ്മൾ 7 സെൻറ്റിമീറ്ററിൻ്റെ പകുതി മുകളിലായിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ടൊരു 13 സെൻറ്റിമീറ്റർ നീളം നടുക്കൂന്ന് നേരെയാക്കി ഒരു കോൺ പോലെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്ത് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കോൺ ചേർത്ത് കൊടുക്കുകയാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന അത്രയും പാർട്ടിനെ ഈ ഒരു പേപ്പർ ടേപ്പ് കൊണ്ട് സൈഡ് മുഴുവൻ കവർ ചെയ്ത് കൊടുക്കുക. ഞാൻ പല ഷേപ്പിലും പല സംഭവങ്ങൾ ഞാൻ ടാസ്ക് ചെയ്ത് നോക്കി. അതായത് പല രീതിയിൽ ഞാൻ ചെയ്ത് നോക്കി. ലാസ്റ്റ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതെങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കണമെന്ന്. അപ്പോഴത്തേക്ക് പിന്നെ ഞാനത് സെറ്റാക്കി എടുത്തു. കാരണം കുറേ ഒട്ടിച്ചിരുന്നപ്പം ഭയങ്കര പാടായിട്ടൊക്കെ തോന്നി. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇതിങ്ങനെയല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ ആ ഒരു ലാസ്റ്റ് പോർഷൻ, ആ 25x25 എന്ന് പറഞ്ഞ ബേസില്ലേ, അത് ഒട്ടിക്കാൻ നോക്കുക. ആ ഒരു രീതിയിലായിരിക്കും ബാക്കി ഒട്ടിക്കേണ്ടത് കേട്ടോ. അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഈ ഒരു ഭാഗവും ഈ ഒരു രീതി എളുപ്പമാണ്, പക്ഷേ എങ്കിലും മറ്റേതാണ് കുറച്ചുകൂടി എളുപ്പം. ഈ ഒരു ഷേപ്പ് ഇത് ഓണക്ക് നമ്മുടെ ആ പേപ്പർ ടേപ്പിന് ഇങ്ങനെ നീട്ടി അങ്ങോട്ട് വലിച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ എടുത്ത് ഒട്ടിക്കുക. എന്നിട്ടത് കട്ട് ചെയ്തിട്ട് ചരിച്ചിങ്ങനെ ആക്കി കൊടുത്താൽ നമ്മളുടെ ആ ഒരു വശം ഒട്ടും. ഇതുപോലെ ആക്കുവാണെങ്കിൽ അത് ഒട്ടും. അപ്പം ആ രീതി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. നമ്മൾ സൈഡെല്ലാം ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ കൊട്ടാരം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുത്തേക്കെന്ന് വെച്ചാൽ 17x10 സെൻറ്റിമീറ്റർ എന്നും പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു അളവിൽ കട്ട് ചെയ്ത കാർഡ്ബോർഡാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം ആ ഒരു അളവിലെടുത്ത കാർഡ്ബോർഡ് സൈഡിലായിട്ട് 2 സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നു. പിന്നെ ഞാൻ ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ 9x10 സെൻറ്റിമീറ്റർ അല്ലേ, അതാണ് എടുക്കുന്നത്. അതെടുത്തതിന് ശേഷം അതുപോലെ നമ്മൾ ആ ഒരു പേസ്റ്റ് ബോർഡിൻ്റെ നടുക്കായിട്ട് ആ ഒരു നമ്പർ ഇല്ലെങ്കിൽ ആ ഒരു അളവ് എഴുതിയിടാന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കുന്നതിൽ എളുപ്പമായിരിക്കും. പിന്നെ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ 7x10 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെയാണ് ഇവിടെയും അപ്പുറവും ഇപ്പുറവും ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം.
ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ 10x10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരളവിലുള്ള നമ്മൾ ബേസ് ബോർഡ് കട്ട് ചെയ്തില്ലേ, അതാണ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതുപോലെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഏകദേശം നമ്മളുടെ ആ ഒരു മുകൾ സെറ്റ് ശരിയായി. ഇനി നമുക്ക് മേൽക്കൂര വേണ്ടേ? അപ്പം അതിന് വേണ്ടിയിട്ട് വേറൊരു ബേസ് ബോർഡിനകത്തേക്ക് നമ്മൾ എടുത്തേക്കുന്ന ആ ഒരു കറക്റ്റ് അളവില്ലേ, ആ ഒരു അളവിൽ ഇതുപോലെ ഒന്ന് വരച്ച് സെറ്റാക്കി കൊടുത്തതിന് ശേഷം അത് കട്ട് ചെയ്ത് മാറ്റണം. അത് കട്ട് ചെയ്തതിന് നമുക്ക് നേരെ നമ്മളുടെ ആ ഒരു മുകളിൽ ആ ഒരു ടെറസിൻ്റെ ആ ഒരു രൂപത്തിലേക്ക് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ. മുകൾ ഭാഗം ഒട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി അതിൻ്റെ മണ്ടയ്ക്ക് ഒരു കുഞ്ഞ് വീടൂടെ വേണ്ടേ? വീടല്ല, ഒരു കുഞ്ഞ് റൂം പോലെ. അതാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ സൈഡിലായിട്ട് 8x10 എന്ന് പറഞ്ഞ ആ ഒരളവിലുള്ള ബേസ് ബോർഡും പിന്നെ നമ്മൾ ആ കോൺ പോലെ ആക്കി വെച്ചില്ലേ, അത് ഇവിടെ വെക്കാനായിരുന്നു. അതും ഇതുപോലെ സെറ്റാക്കിയതിന് ശേഷം ഈ ഒരു രീതിയിൽ നമ്മളുടെ മേൽക്കൂര ഇങ്ങനെ സെറ്റാക്കി എടുക്കാം. ഇവിടെ ചെയ്തേക്കുന്ന ട്രാൻസിഷൻ എന്ന് പറയുമ്പം വീടിൻ്റെ വാതിലും ജനലും ഒക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പീസുകൾ വേണം. അതായത് അതെന്തിനാന്ന് ഞാൻ കാണിക്കാം. അതുപോലെ ആദ്യം നമ്മളിത് ഉണക്കി ഈ പേസ് ബോർഡിനകത്തോട്ട് അതായത് ഉണക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പേപ്പറുകളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം, ഈ ഒരേ അളവിൽ. എന്നിട്ട് ജനലിലെ പാളികൾ സെറ്റാക്കി എടുക്കത്തില്ലേ, അതിനാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കതകിലും ജനലിലും എല്ലാം അതുപോലെ സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ ജനലിൻ്റെ നമുക്ക് ഇത് ഉണക്ക് പേപ്പറൊക്കെ വെച്ച് ഏകദേശം ഒരു ജനാലയുടെ ഒരു സെറ്റായിട്ട് അല്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ 5x5 സെൻറ്റിമീറ്ററുള്ള 5 സ്ക്വയറാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ 5x5 എന്നുള്ള ഒരു അളവിൽ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റാം. എന്നിട്ട് ഇതുപോലെ ഒരു ബേസ് ഉണ്ടാക്കി എടുക്കുക. അപ്പം ഇത് നമ്മളുടെ സ്റ്റെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പം നെക്സ്റ്റ് പാർട്ട് വരുന്നവരെ ബൈ ബൈ.